യു.എയിൽ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംശയങ്ങൾ ചോദിക്കാൻ പല ആളുകളും വിളിക്കാറുണ്ട്. അവർ തന്നെ അവരുടെ നാടുകളിലെ വീട്ടിലെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾക്കും അതിൻ്റെ അഡ്വൈസുകൾ എടുക്കാനും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന 11 മാസവും ജീവിക്കുന്ന പ്രവാസത്തിലെയും അതുപോലെ ഒരു മാസം വെക്കേഷന് വേണ്ടി പോയിട്ട് ജീവിക്കുന്ന നാട്ടിലെയും അവരുടെ ആരോഗ്യ ജലശുദ്ധീകരണ സംവിധാനത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. നാട്ടിൽ അവർ വളരെയധികം കെയർ ചെയ്യുന്ന അതേ ആളുകൾ ഇവിടെ പ്രവാസത്തിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ അശ്രദ്ധ അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കുറവുകൊണ്ടായിരിക്കാം. നമുക്ക് ഇവിടെ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്, നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവരുടെ സംരക്ഷണ ചുമതല കൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അവരുപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നാട്ടിലേതുപോലെ തന്നെ ഇവിടെയും നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാവട്ടെ അതുപോലെ തന്നെ വില്ലകളിലാവട്ടെ നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം ഇവിടെയും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ വരുന്ന ടാപ്പുകൾ വഴി വരുന്ന എല്ലാ ടാപ്പുകളിലേക്ക് നമുക്ക് കിട്ടുന്ന വെള്ളത്തെയും അത് പ്യൂരിഫൈ ചെയ്തെടുക്കും. അതിലൂടെ നമ്മുടെ ചർമ്മവും അതുപോലെ തലമുടിയും ഒക്കെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള വെള്ളവും നമുക്ക് ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതിന് വലിയ ചിലവൊന്നുമില്ല. ഏകദേശം 1000 മുതൽ 1500 ദിർഹം വരെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിനു വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ റൂമുകൾ മാറുമ്പോൾ ഫ്ലാറ്റുകൾ മാറുമ്പോഴോ വില്ലകൾ മാറുമ്പോഴൊക്കെ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാനായിട്ട് അതും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാവണം. സാധാരണഗതിയിൽ ആളുകൾ പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മനസ്സ് വളരെ നേരമാകാറുണ്ട്. അതേസമയം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെ വിശാലമായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇവിടെയും നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും നമ്മുടെ സന്തോഷത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ആടുജീവിതങ്ങൾ നയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.